നരേന്ദ്രപ്രസാദ് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലാണോ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. എന്താണ്? ഈ നരേന്ദ്രപ്രസാദിന്റെ ഡയലോഗ് തന്നെ ആയിരിക്കും മറ്റുള്ള 3 പേരും ചെയ്യുന്നത്. ചെയ്യാൻ പോകുന്നു. ഓക്കെ ഓക്കെ, ഗുഡ്. കേൾക്കാം നമുക്ക്. റെഡി? ഹലോ ഹലോ, ഒന്ന് ശബ്ദം കിട്ടൂ. ഓളിയൊന്ന്. മലയാള സിനിമയിലെ പ്രൊഫസറായ നരേന്ദ്രപ്രസാദ്, ഹലോ. ഒട്ടനവധി ഹിറ്റ് കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച നരേന്ദ്രപ്രസാദിന്റെ ശബ്ദത്തിലേക്ക് ജിവിൻ. 16 കൊല്ലം മുമ്പ് നെറ്റി പുലർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വരിക്കയിലെടുത്ത് അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് വെച്ച് തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എങ്കിൽ പൊയ്ക്കുള്ളൂ. ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ഈ പടിക്കകത്ത് കയറരുത്. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂടെ നിലം പൊത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, ഒന്നും കേൾക്കാനും. ആയുഷ്മാൻ ഭവ. ജിവിനെ, ഈ ഒരു ഡയലോഗ് നമുക്ക് നമ്മുടെ കോഴിക്കോടിന്റെ പ്രിയ താരം നാരായണൻ കുട്ടി അല്ലേ, നാരായണൻ നായർ, നാരായണൻ നായരുടെ ശബ്ദത്തിൽ, കോഴിക്കോട് നാരായണൻ നായരുടെ ശബ്ദത്തിൽ ഒന്ന് കേൾക്കാം. 16 കൊല്ലം മുമ്പ് നെറ്റി പുലർന്ന ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുമാരെ കയ്യിലെടുത്ത് അപ്പനോട് പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് വെച്ച് തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എങ്കിൽ പൊയ്ക്കുള്ളൂ. ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ഈ പടിക്കകത്ത് കയറരുത്. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര നിലം പൊത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, ഒന്നും കേൾക്കാനും. താങ്ക് യു. ഇഷ്ടമായെങ്കിൽ കൈയടിക്കട്ടോ. കയ്യടി വേണം, എന്നാലും ഞാൻ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോവും. താങ്ക് യു. അപ്പൊ അടുത്തത് നമുക്ക് ലാലു അലക്സിന്റെ ശബ്ദത്തിൽ ഈ ഡയലോഗ് ഒന്ന് കേൾക്കാം. 16 കൊല്ലം മുമ്പ് നെറ്റി പുലർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണ് വാരി കയ്യിലെടുത്ത് അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് വെച്ച് തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എങ്കിൽ പൊയ്ക്കുള്ളൂ. ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് പടിക്കകത്ത് കയറരുത്. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര നിലം പൊത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, ഒന്നും കേൾക്കാനും. അടുത്തത് ഇതേ ഡയലോഗ് നമ്മുടെ തഗ്ഗുകളുടെ ഉസ്താദായ നമ്മുടെ ബൈജു ചേട്ടൻ അല്ലെ, ബൈജു സന്തോഷിന്റെ ശബ്ദത്തിൽ ഒന്ന് കേൾക്കാം. 16 കൊല്ലം മുമ്പ് നെറ്റി പുലർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുമാർ കയ്യിലെടുത്ത് അപ്പനോട് പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറ് വെച്ച് തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. എങ്കിൽ പൊയ്ക്കുള്ളൂ. ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ഈ പടിക്കകത്ത് കയറരുത്. കണിമംഗലത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കൂര നിലം പൊത്തിട്ടെ, എന്നിട്ട് ആലോചിക്കാം അപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്ക് ഒന്നും പറയാനില്ല, കേൾക്കാനും. മുട കാണിക്കല്ലേ. ഓക്കെ, അടിപൊളി അടിപൊളി. ഇനി നിങ്ങളൊരു താരത്തെ പറഞ്ഞോളൂ. ആരെങ്കിലും ഒരാൾ പറഞ്ഞോ. ആരാ? ലാലേട്ടൻ. ലാലേട്ടനെ അധികം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ്, അപ്പൊ നിങ്ങളെ എത്രത്തോളം നന്നാവും അറിയില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? ജിബിനൊന്ന് ട്രൈ ചെയ്തൂടെ? ലാലേട്ടൻ വല്ലാതെ ചെയ്തിട്ടില്ല, നമുക്ക് അവര് പറഞ്ഞോട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് കേൾക്കാം ലാലേട്ടന്റെ ഒരു ശബ്ദം. ജിബിന്റെ കുറച്ച് എക്കോ ആണ്, ലാലേട്ടൻ എക്കോ ആണ്. അപ്പൊ ഓക്കെ. ഹലോ 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 ഹലോ. കൂട്ടുമില്ലാത്ത പ്രവാസം, വെള്ളാടൻ കല്ലുരുകും ഒരു വേനൽക്കാലം. കൊള്ളിയാർ ഗർജിച്ചു. മിയാറ്റാൻസിന്റെ ഗോളിയ, ഖുറാനകളുടെ ഗോളിയ, ഗതകാല സ്മൃതിയിൽ ശവകുടീരങ്ങളുടെ മൗനം പേറും കൊട്ടാരങ്ങൾ. ദ്രൗപദിന്റെ വിളയാർന്ന വേദന കേൾക്കാൻ ഒന്ന് ചെവിയോർത്ത ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്നെത്തിയത് ഒരു സിംഹത്തിന്റെ മടയിൽ ഉസ്താദ് ബാദിഷാ ഖാൻ. ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഊരു തെണ്ടിയുടെ ഓട്ടക്കീശയിൽ ഒന്നുമില്ല. അയ്യോ, എന്താ ചെയ്യാ? സബ്രോ കി സിന്ദഗി ജോ കബി നഹി ജാതി ഹൈ. ശംഭോ മഹാദേവ. സൂപ്പർ സൂപ്പർ. അപ്പൊ നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പൊ നല്ലൊരു കൈയടി. നന്നായില്ലേ? ഇനി ധൈര്യമായിട്ട് വേദികളിൽ ചെയ്യാലോ അല്ലേ? യെസ്, ഗ്യാരണ്ടി. താങ്ക് യു. ഈ മോഹൻലാലിനെ പറയുമ്പോൾ പണ്ട് കുറേ സിനിമകൾ, ഹിറ്റ് സിനിമകൾ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള മറ്റൊരു താരമാണ്. സംവിധായകനും നടനും തിരക്കഥാകൃത്തും ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി, ശ്രീനിവാസന്റെ ശബ്ദവും നമുക്ക് കേൾക്കാം. അച്ഛൻ അതിലെ വന്നപ്പോ ഞാൻ ഇതിലെ ഓടി, അച്ഛൻ ഇതിലെ വന്നപ്പോ അതിലൂടെ. ഞാനൊരു പാട്ട് പാടാം. എനിക്ക് ഉണക്കേട്ട കോഴി കൂളക്കോഴി കുന്നും ചൊരുവിലെ വായ്റ്റാട്ടി
ഒന്ന് കേട്ടോ ശ്യാമളെ, നീ കേട്ടോ? ആമിന ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഒപ്പ പറഞ്ഞിട്ടില്ലല്ലോ. നേരത്തെ തൊട്ടോ അപ്പം മയ്യത്താവുന്ന പറഞ്ഞു. കള്ളപ്പന്നി. താങ്ക് യു നമ്മുടെ ഓർമ്മകളിൽ ചിരി ഇപ്പോഴും ഓരോന്നൊരു രംഗമാണതല്ലേ, കിളിച്ചിട്ടമ്മ അല്ലേ? ഓക്കെ അപ്പൊ ഇനി നമുക്ക് മറ്റൊരു താരത്തെ പറയുകയാണെങ്കിൽ ആര് ചെയ്യാൻ പറ്റും? ലാല്, സിദ്ദീഖ് ലാലല്ലേ? ലാല്. ഓക്കെ ഞാൻ കേട്ടതൊക്കെ സത്യമാണ്. നീയും അവരെ കൂടെ അത് ചതിക്കാറുന്നല്ലേ? ഇല്ല, ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിനക്ക് അവനെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലണം. എന്നെ കൊന്നിട്ട് നീ അവനെ കെട്ടിക്കോ. എന്റെ ചങ്ങാതി എന്ന് പറഞ്ഞ എനിക്ക് ദൈവ, അവന്റെ പെണ്ണെന്ന് പറഞ്ഞ എനിക്ക് ദേവി അദേവി. എന്നെ ആർക്കും വേണ്ട, ഒരു പട്ടിക്കും വേണ്ട. താങ്ക് യു അവസാനമായിട്ട് നമ്മളിപ്പോ സിനിമാ താരങ്ങളെയാണോ ഒക്കെ കേട്ടത്, കുറച്ച് രാഷ്ട്രീയ താരങ്ങളെ കൂടി എടുക്കാം അല്ലേ? ആദ്യം ആരാണ്? ആദ്യം ഉമ്മൻചാണ്ടിയെ എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വന്നത് നമ്മുടെ അദ്ദേഹം വിളിച്ചിട്ടാണ്. എന്താ അയാളുടെ പേര്? ബിജു ചറാങ്കുത്ത് എന്ന ആള് വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. പിന്നെ എനിക്കിവിടെ ഒന്ന് പറയാനുണ്ട്. ഇവിടെ മലയാള പാട്ട് പാടിയാൽ മതി, ഹിന്ദി പാടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയണം. ഞാനൊരു പാട്ട് കേട്ടു, ഹിന്ദി പാട്ട് ഇങ്ങനെയായിരുന്നു: മേരി അധൂരി പ്യാസ് പ്യാസെ, മേരി അധൂരി പ്യാസ് പ്യാസെ. മേരി അധൂരി എന്ന് പറയുന്നുണ്ട്. മേരി എന്താണ് ഊരിയതെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണം. അടിപൊളി അടുത്തതാരാണ്? അടുത്ത വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളി നടേശൻ. ഓക്കെ.